നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ആ വലിയ കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തെപ്പറ്റി മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മറ്റുള്ളവരോട് പറയുന്നതിലൂടെ അടുത്തെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരോട് ആദ്യമേ തുറന്നു പറയുമ്പോൾ ആ സ്വപ്നത്തിലേക്കുള്ള പാത വളരെ കാഠിന്യമേറിയതായി തീരുന്നു. പിന്നീട് പതുക്കെ നമ്മൾ ആ സ്വപ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളും ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളെല്ലാരെയും പോലെ ദൂരെ ഒരു നാട്ടിൽ ബെഞ്ചമിൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ നടത്തി തീർക്കാൻ ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസവും ഇവന്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു മനോഹരമായ ശിലകൾ ഉണ്ടാക്കുന്ന ഒരു ശില്പിയാകണം എന്നുള്ളത്. അങ്ങനെ അത് ഉണ്ടാക്കി വിൽക്കാനായി അവനൊരു കടയിടാൻ ആഗ്രഹിച്ചു. അതിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് അവനൊരു വീടുണ്ടാക്കാനും തീരുമാനിച്ചു. ഒട്ടും വൈകിക്കാതെ അടുത്ത ദിവസം തന്നെ അവൻ മൺശിലാ രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ തുടങ്ങി. നന്നായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അവന്റെ ഈ സ്വപ്നം അവന് നടത്തിയെടുക്കാൻ കഴിയും എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന രീതിയിൽ അവനൊരു മോശം സ്വഭാവവും ഉണ്ടായിരുന്നു. അവൻ എന്ത് തന്നെ പുതിയത് ചെയ്യാൻ തുടങ്ങിയാലും അവന്റെ നാട്ടിലുള്ള എല്ലാവരോടും അവൻ അത് പറയുമായിരുന്നു. അങ്ങനെ ബെഞ്ചമിൻ ആ നാട് മുഴുവൻ ചുറ്റി നടന്ന് തന്റെ ആശയത്തെ പറ്റി മുഴുവൻ ആൾക്കാരെ അറിയിക്കും. താനൊരു പുതിയ കടയിടാൻ പോകുകയാണെന്നും അതിൽ കൊണ്ട് കിട്ടുന്ന പൈസ വെച്ച് താനൊരു മാളിക പണിയുമെന്നും ഒക്കെ എല്ലാ ആൾക്കാരോടും പറഞ്ഞു. ഇത് കേട്ട നാട്ടുകാരാകട്ടെ കേട്ട പാതി കേൾക്കാത്ത പാതി അവനെ ഒത്തിരി അഭിനന്ദിക്കുകയും അവനെ നോക്കി പുഞ്ചിരിക്കുകയും അങ്ങനെ അവനെ ആശംസിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ നാട്ടുകാരുടെ കരുണയേറിയ സംസാരം കേട്ട് നമ്മുടെ ബെഞ്ചമിന് ഒരുപാട് അഭിമാനം തോന്നി. താൻ എന്തോ വലിയ ഒരു പുള്ളിയാണെന്ന് തോന്നി. ഒന്നും ആയിട്ടില്ല, തന്റെ പദ്ധതികളൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ, പദ്ധതികളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ആൾക്കാരെടുത്ത്. അപ്പോഴേ അവരെ അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ അതങ്ങ് വലിയ സന്തോഷമായി. അന്ന് രാത്രി ബെഞ്ചമിൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. എന്നാൽ അടുത്ത ദിവസം അവൻ അവന്റെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയപ്പോഴോ അവന് ക്ഷീണവും അലസതയും മടിയും തോന്നാൻ തുടങ്ങി. ഈ കട തുടങ്ങണമെന്ന് ആദ്യം തോന്നിയപ്പോഴുണ്ടായ അവന്റെ ആകാംക്ഷ അതോടെ അവസാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കുറെ കടന്നുപോയി കേട്ടോ. പക്ഷേ കടയാണെങ്കിൽ തുടങ്ങിയതുമില്ല. കുറെ മാസങ്ങൾക്ക് ശേഷം അവൻ പിന്നെയും മൺപാത്രങ്ങൾ ഉണ്ടാക്കിയാലോ എന്നുള്ള ആശയത്തില് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാൻ തുടങ്ങി. പതിവ് തെറ്റിച്ചില്ല കേട്ടോ. പിന്നെയും അവൻ ആളുകളെ വിളിച്ചുകൂട്ടി അവൻ അവന്റെ പുതിയ സ്വപ്നത്തെ പറ്റി അവരോട് പറഞ്ഞു. ഞാൻ ഈ നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ മൺപാത്രങ്ങൾ ഉണ്ടാക്കുമെന്നും അവയെല്ലാം വിറ്റുപോകുമെന്നും അവൻ അവരോട് പറഞ്ഞു. ഇത്തവണ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പതുക്കെ പതുക്കെ അവന് അതിനോടുള്ള താല്പര്യവും നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അവന്റെ ജീവിതത്തിൽ അവൻ കളിമണ്ണ് തൊട്ടിട്ടില്ല. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ പുതിയൊരു പദ്ധതി തോന്നും. അത് അവൻ നാട്ടുകാരോട് പറയും. കുറച്ച് ദിവസം ചെയ്യും, അത് മതിയാക്കും. ഇത് തന്നെ ഒരു ദിനചര്യയായി അവൻ സ്വീകരിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബെഞ്ചമിൻ അവന്റെ എല്ലാ സ്വപ്നങ്ങളെക്കുറിച്ചും ആളുകളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലോ അവന്റെ കരം ശൂന്യമായി തന്നെയിരുന്നു. ബെഞ്ചമിൻ എന്ന ആ ചെറുപ്പക്കാരൻ ആകെ തകർന്നു പോയി. തനിക്ക് ഇത്രയേറെ ആശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് താൻ എപ്പോഴും തോറ്റുപോകുന്നത് എന്ന് അവന് ഒട്ടും മനസ്സിലായില്ല. അവന്റെ ഉള്ളു മുഴുവൻ സങ്കടം കൊണ്ട് നിറഞ്ഞു. താൻ ജീവിതത്തിൽ എവിടെയോ കുടുങ്ങിപ്പോയെന്ന് അവന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈകുന്നേരം ബെഞ്ചമിൻ തന്റെ നാട്ടിലുള്ള ഒരു പഴയ കിണറിന്റെ ചോട്ടില് ഇങ്ങനെ വിഷമിച്ചു വന്നിരിക്കുകയായിരുന്നു. ബെഞ്ചമിനെ കണ്ട ഉടനെ ആ നാട്ടിലുള്ള ഒരു വയസ്സായ മനുഷ്യൻ ബെഞ്ചമിന്റെ അടുത്തേക്ക് വന്നു. ആ മനുഷ്യൻ ബെഞ്ചമിനോട് ചോദിച്ചു, മകനെ, നിന്റെ ഉള്ളിൽ എന്തോ വലിയ ഒരു സങ്കടം ഉണ്ടല്ലോ, എന്തു പറ്റി? ബെഞ്ചമിൻ തുറന്നു പറഞ്ഞു, മുത്തശ്ശ, എന്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നുപോലും പൂർത്തീകരിക്കാൻ നാളിതുവരെ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ബെഞ്ചമിനോട് ചോദിച്ചു, നീ പുതിയതെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നീ എന്താണ് ചെയ്യുന്നത്? ബെഞ്ചമിൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവയെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. കാരണം അത് അവരെ അറിയിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഇവയെല്ലാം തുറന്നു പറയുന്നതിലൂടെ അവരെന്നെ ഒത്തിരി അഭിനന്ദിക്കുകയും എന്നെ അഭിമാനത്തോടെ നോക്കുകയും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യും. ഇത് കേട്ട് ആ വയസ്സായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ വരണം, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ അടുത്ത ദിവസം അദ്ദേഹം ബെഞ്ചമിനെ തന്റെ കുഞ്ഞു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വിത്തുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വിത്ത് ബെഞ്ചമിന്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് ആ മണ്ണിൽ നടാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ബെഞ്ചമിൻ ആ തോട്ടത്തിന്റെ ഒരറ്റത്ത് അദ്ദേഹം കയ്യിൽ വെച്ചു കൊടുത്ത് ആ വിത്ത് നട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ വിത്തുമായി കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. അത് നട്ടുവെക്കുന്നതിന് പകരം അദ്ദേഹം ആ വിത്ത് ആകാശത്തിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ കുട്ടികളെ, ഈ വിത്ത് ഉടനെ തന്നെ ഒരു മനോഹരമായ വൃക്ഷമായി തീരും. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ട് കുട്ടികൾ കൈയടിക്കുകയും അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കുകയും ചെയ്തു. അതിനുശേഷം ആ മനുഷ്യൻ ആ വിത്തിനെ ഒരു കല്ലിന്റെ മുകളിൽ എല്ലാവർക്കും കാണുകയെ വെച്ചിട്ട് കടന്നുപോയി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ബെഞ്ചമിൻ മണ്ണിൽ നട്ട വിത്തിന് അദ്ദേഹം എന്നും വെള്ളമൊഴിച്ചു. എന്നാൽ ആ വിത്തിനെ പറ്റി ആരോടും പറഞ്ഞില്ലായിരുന്നു. അതൊരു രഹസ്യമായി തന്നെയിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോകെ ആ വിത്ത് മുളപൊട്ടി ഒരു ചെടിയായി. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ കല്ലിന്റെ മുകളിൽ വെച്ച വിത്തിന് എന്ത് പറ്റിയായിരിക്കും? അതെ,
ആ വിത്തൊരു വിത്തായി തന്നെ നിലകൊണ്ടു. അതിന്റെ കഷണങ്ങൾ പക്ഷികൾ വന്ന് കൊത്തിയെടുക്കുകയും അത് വെയിലേറ്റ് വാടുകയും ചെയ്തു. മറ്റൊരു ദിവസം ബെഞ്ചമിനെ തന്റെ തോട്ടത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ മനുഷ്യൻ ബെഞ്ചമിൻ നട്ട ആ വിത്തിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ബെഞ്ചമിൻ, ഇതാ നീ നട്ട വിത്ത് മുളച്ചു പൊട്ടി ഒരു ആരോഗ്യമുള്ള ചെടിയായി മാറിയിരിക്കുന്നു. എന്നാൽ അന്ന് പാറപ്പുറത്ത് വെച്ച വിത്തോ അത് കരിഞ്ഞു പോവുകയും പക്ഷികൾ വന്ന് കൊത്തുകയും മോഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു വൃക്ഷമാവുകയില്ല. ഇതിലൂടെ നിനക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നീ നിന്റെ സ്വപ്നത്തെ പറ്റി ഒത്തിരി നേരത്തെ പുറത്തു പറയുമ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് ഒത്തിരി അഭിമാനം തോന്നും. കാരണം ആളുകൾ നിന്നെ ഒത്തിരി പ്രശംസിക്കും, ആളുകൾ നിന്റെ ഒപ്പം നിൽക്കും, ആളുകൾ നിന്നെ ആശംസിക്കും. അതിലൂടെ നിനക്ക് ആ സ്വപ്നം പൂർത്തിയാക്കാനുള്ള ആ ഒരു ഊർജം അത് നഷ്ടപ്പെടും. നിന്റെ ഹൃദയത്തിന് നിന്റെ ഈ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ പ്രവൃത്തിയിൽ വരേണ്ട ആ ഒരു ഊർജമോ നിന്റെ വാക്കിലൂടെ അതാ നഷ്ടപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കാൻ വൈകും. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ബെഞ്ചമിന്റെ മുഖത്തൊരു ചൂട് പോലെ അനുഭവപ്പെട്ടു. കാരണം ഇത് തന്നെയാണല്ലോ ഞാൻ ഇത്രയും നാളും ചെയ്തത് എന്ന് അവന് മനസ്സിലായി. ബെഞ്ചമിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആ വലിയ മനുഷ്യൻ പറഞ്ഞു, മകനെ, സ്വപ്നങ്ങൾ എപ്പോഴും ദുർബലമായിരിക്കും. അത് ആരംഭത്തിൽ ദുർബലമായി തന്നെ തുടരും. അതിന് സംരക്ഷണം ആവശ്യമാണ്. അത് ബലമേറിയ ഒരു മരമായി വളരുന്നത് വരെ അതിനെ നിശബ്ദമായി മൂടി വെക്കുക. അത് വളർന്നു കഴിയുമ്പോൾ നീ പറയാതെ തന്നെ ആളുകൾ അത് കാണും. അങ്ങനെ അദ്ദേഹത്തോട് അവന്റെ നന്ദി വാക്കുകളൊക്കെ പറഞ്ഞവൻ മെല്ലെ വീട്ടിലേക്ക് നടന്നു. അന്ന് രാത്രി അവന്റെ മനസ്സ് മുഴുവൻ ചിന്തകളായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കൊണ്ട് തന്നെ അവനൊരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ എന്ത് ചെയ്താലും അത് വിജയിക്കും വരെ ആരോടും പറയില്ല, അതൊരു രഹസ്യമായി തന്നെ ഇരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അവനൊരു കസേര ഉണ്ടാക്കിയാലോ എന്നൊരു ആശയമുണ്ടായി. അങ്ങനെ അവൻ കസേര ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഇരു ചെവി അറിഞ്ഞില്ല. അവൻ വളരെ രഹസ്യമായി തന്നെ അത് നിർമ്മിച്ചു തുടങ്ങി. ഒരുപാട് തെറ്റുകൾ അവനെ പറ്റി, പക്ഷെ ആ തെറ്റിൽ നിന്നൊക്കെ അവൻ പഠിച്ചു. അവസാനം അവൻ മനോഹരമായ ഒരു കസേര നിർമ്മിച്ചു. അങ്ങനെ അവൻ പൂർത്തിയാക്കിയ ആ കസേരയിൽ അവൻ കുറച്ചു നേരം ഇരുന്നു. ഇരുന്നപ്പോ അവനുണ്ടായ അഭിമാനം വളരെ വലുതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബെഞ്ചമിൻ ഈ കസേര പുറത്തു കൊണ്ടുവന്നു. അത് ആളുകൾക്ക് വളരെ ഇഷ്ടമായ, ആളുകൾ അവനെ പ്രശംസിക്കാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ അവൻ ഇതുപോലെ രഹസ്യമായി തന്നെ ഒരു മേശ നിർമ്മിച്ചു, സ്റ്റൂൾ നിർമ്മിച്ചു, അലമാര നിർമ്മിച്ചു. അങ്ങനെ എല്ലാം രഹസ്യമായി അവൻ ഇങ്ങനെ ഓരോന്നായി നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവനെ ഒരു ശില്പിയായി നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അവൻ ഒരിക്കൽ പോലും അവന്റെ പദ്ധതികളെ കുറിച്ച് ആരോടും പറഞ്ഞില്ല. എല്ലാം പൂർത്തിയാകും വരെ രഹസ്യമായി വെച്ചു. അവൻ ഉണ്ടാക്കിയ ഫർണിച്ചറുകൾ കാണാൻ ആളുകൾ അവന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ഇനി നിങ്ങളും ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് തീർച്ചയായും കഴിയുമെന്ന് വിചാരിച്ച പല കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരോട് പുറത്തു പറയുന്നത് വഴി അത് ചെയ്യാനുള്ള ആ ഒരു ആകാംക്ഷ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലയോ? അപ്പോൾ ആ വലിയ മനുഷ്യൻ പറഞ്ഞ വിത്തുകളുടെ കഥ മനസ്സിൽ വെച്ചിരിക്കുക. നമ്മളുടെ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മൾ രഹസ്യമായി വെക്കണം. നമ്മൾ അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. ആ വിത്ത് മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന് വളരുന്നത് പോലെ നമ്മുടെ സ്വപ്നങ്ങളും രഹസ്യമായി തന്നെ വളരട്ടെ. അത് വളർന്നൊരു ചെടിയാകുമ്പോഴും മരമാകുമ്പോഴും തനിയെ ആളുകൾ കണ്ടോളും. നമ്മൾ കാണിക്കാതെ തന്നെ ആളുകൾ അത് കണ്ടോളും. നിങ്ങൾ നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ ആ സ്വപ്നത്തിലൂടെ എന്താകാൻ പോകുന്നു എന്നുള്ളതല്ല ആൾക്കാർക്ക് കാണിക്കേണ്ടത്, നിങ്ങൾ എന്തായി എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം നേരുന്നു. നിങ്ങളുടെയും സ്വപ്നങ്ങൾ രഹസ്യമായി തന്നെ പൂവിടട്ടെ. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിശബ്ദമായി വളരട്ടെ. എല്ലാ ആശംസകളോടെ നന്ദി.